ഡി സതീശൻ പറഞ്ഞ ഈ 63 മണ്ഡലങ്ങളിൽ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസിനകത്തും പുറത്തും എന്തിന് ഇടതുമുന്നണിയിൽ പോലും രാഷ്ട്രീയ അവലോകനങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്ത മുഴുവൻ ഈ സതീശൻ പറഞ്ഞ മണ്ഡലങ്ങൾ ഏതായിരിക്കുമെന്നാണ്. സതീശൻ ചുമ്മാ പറഞ്ഞതല്ല, അത് വെറുതെ പറഞ്ഞതല്ല. സതീശൻ ഒരു പ്രത്യേക സംഘത്തെ ഉപയോഗിച്ച്, ഒരു ടീമിനെ നിയോഗിച്ച് പഠിച്ച് പറഞ്ഞതാണ്. സുനിൽ കനകോലു അല്ല ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ. ഈ സംഭവം പഠിച്ചത് സുനിൽ കനകോലുവിൻ്റെ സംഘമല്ല. കാരണം സുനിൽ കനകോലുവിന് KPCC പ്രസിഡന്റിൻ്റെ അടുത്ത് മാത്രമേ റിപ്പോർട്ട് ചെയ്യാനുള്ള ചുമതലയുള്ളൂ. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് VD സതീശൻ പ്രത്യേകം നിയോഗിച്ച സംഘമാണ്. അവരെങ്ങനെയാണ് പഠിച്ചത് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അവർ പഠിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ 21 സീറ്റിൽ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുണ്ട്. അത് ഉറച്ച മണ്ഡലങ്ങൾ തന്നെയാണ്. അവിടെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കണം. ഇനി മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കണം. അതെങ്ങനെയാണ്? ഒന്നാം ഘട്ടത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നേരിയ ഭൂരിപക്ഷത്തിനോ 5000 വോട്ടുകൾക്ക് താഴെയോ വാങ്ങി ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങൾ. അത് നോക്കുമ്പോൾ കാസർഗോഡ് നിന്ന് എറണാകുളം വരെ നോക്കുകയാണെങ്കിൽ കുറേ മണ്ഡലങ്ങളിൽ അങ്ങനെയാണ്. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാലും കുറച്ചധികം മണ്ഡലങ്ങൾ ഇതുപോലെ 5000-ൽ താഴെയോ അല്ലെങ്കിൽ 1000-ൽ താഴെയോ 10,000-ൽ താഴെയോ വോട്ടുകൾ വാങ്ങിയാണ് ഇവർ ജയിച്ചിട്ടുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ചില മണ്ഡലങ്ങൾ, അവിടെ കൃത്യമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ, നടത്തുകയാണെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് സതീശൻ്റെ കണ്ടെത്തൽ. ആ മണ്ഡലങ്ങൾ ചിലത് ഞാൻ പറയാം. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ചില മണ്ഡലങ്ങൾ കണ്ണൂരിൽ അഴീക്കോട്, അവിടെ അതുപോലെ തന്നെ കണ്ണൂർ മണ്ഡലത്തിലും 1700-ലധികം ഭൂരിപക്ഷത്തിലാണ്, അത്ര ഭൂരിപക്ഷത്തിലാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു വന്നത്. ആ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ആ വോട്ടുകൾ മറികടക്കാൻ ഈസിയായി സാധിക്കും. ഒരു മണ്ഡലം അതാണ്. പിന്നെ അഴീക്കോട് മണ്ഡലം ലീഗ് ആണ് ജയിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ LDF ആണ് ജയിച്ചത്. അവിടെ 6141 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അവിടെയും മറികടക്കാൻ കഴിയും. കോഴിക്കോട് കുറ്റിയാടി, അതുപോലെ തന്നെ കോഴിക്കോട് മണ്ഡലം, കുറ്റിയാടി, നാദാപുരം, തിരുവമ്പാടി, ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവിടങ്ങളിലൊക്കെ 333 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതുപോലെ തന്നെ 4035 വോട്ട്, 5096 വോട്ട്, അത്രയും മാത്രമേ ഭൂരിപക്ഷം ഇടതുമുന്നണിക്കുള്ളൂ. അവിടെ കൃത്യമായ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ആ മണ്ഡലങ്ങൾ കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിയും എന്നാണ് VD സതീശൻ പറയുന്നത്. അതുപോലെ മലപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നിലമ്പൂർ PV അൻവർ ജയിച്ചത് 2700 വോട്ടുകൾക്ക് മാത്രമാണ്. PV അൻവർ ഇപ്പോൾ എന്താണ് CPM-ൽ ഇല്ല, അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കില്ല. പുള്ളി UDF-ൽ കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലം ഉറച്ച മണ്ഡലമാണ്. അവിടെ പ്രവർത്തനം ശക്തമാക്കണം. അതുപോലെ താനൂറിൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന മന്ത്രിയുടെ മണ്ഡലമാണ്, അബ്ദുറഹ്മാൻ്റെ മണ്ഡലമാണ്. അവിടെ 985 വോട്ടുകൾ മാത്രമാണ് LDF-ൻ്റെ ഭൂരിപക്ഷം. അത് ഈസിയായിട്ട് തൂക്കാൻ കഴിയും. അതുപോലെ തവനൂരിൽ KT ജലീൽ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. KT ജലീൽ വെറും 2564 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. KT ജലീൽ അവിടെ വിജയ് ഇത്രയും ഭൂരിപക്ഷം കുറയാൻ കാരണം, ഒന്ന്, അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, ഖുറാൻ കടത്ത്, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും KT ജലീൽ ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അവിടെ ഒന്ന് ശക്തിയായി പരിശ്രമിക്കുകയാണെങ്കിൽ തവനൂരും നമ്മുടെ കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് VD സതീശൻ്റെ കണക്കുകൂട്ടൽ. അതുപോലെ പാലക്കാട് തൃത്താല MP രാജേഷിൻ്റെ മണ്ഡലം, അവിടെ ജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ തൃശ്ശൂരിൽ 946 വോട്ടുകളിലാണ് P പ്രസാദ്, ഇപ്പോഴത്തെ മന്ത്രിയാണ്, അദ്ദേഹം വിജയിച്ചത്. അവിടെ വിജയിക്കാൻ കഴിയും. അതുപോലെ ഇരിങ്ങാലക്കുട 5949 വോട്ടുകൾക്കാണ് മന്ത്രി R ബിന്ദു വിജയിച്ചു വന്നത്. അവിടെയും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് VD സതീശൻ്റെ കണക്കുകൂട്ടൽ. അതുമാത്രമല്ല, തൃശ്ശൂർ മണ്ഡലത്തിൽ 31% വോട്ട് BJP സ്വന്തമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. സുരേഷ് ഗോപി, അവിടെ BJP ശക്തമാകുന്നുണ്ട്. LDF ശക്തി ക്ഷയിക്കുന്നത് BJPക്കാണ് നേട്ടമായി വരുന്നത്. അതും കോൺഗ്രസ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കണം എന്നാണ് VD സതീശൻ്റെ അഭിപ്രായം. അതുപോലെ എറണാകുളത്ത് കുന്നത്തുനാട് 2715 വോട്ടിനാണ് ശ്രീരഞ്ജൻ വിജയിച്ചത്. അവിടെയും കുന്നത്തുനാട് 2020-ക്ക് ശക്തിയുള്ള മണ്ഡലമായിരുന്നു. പക്ഷേ 2020 തന്നെ അപ്രസക്തമായ സാഹചര്യത്തിൽ ഇവിടെ കുന്നത്തുനാടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഉറപ്പായും വിജയിക്കാൻ കഴിയുമെന്നാണ് VD സതീശൻ്റെ പ്രതീക്ഷ. അങ്ങനെ ആ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ 15 സീറ്റുകളെങ്കിലും കോൺഗ്രസിന് അവിടെ അധികമായി നേടാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് ജില്ല, ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ ഇടുക്കിയിൽ മൂന്നാർ, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങളിൽ 7000-ൽ താഴെയാണ് ഭൂരിപക്ഷം. 7000, അതുപോലെ തന്നെ ഇടുക്കി 5573 വോട്ട്, പീരുമേട്ടിലാണെങ്കിൽ 1835 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ഒന്ന് നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് എന്ന് VD സതീശൻ കണക്ക് കൂട്ടുന്നുണ്ട്. VD സതീശൻ്റെ ടീം കണക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോട്ടയത്ത് നോക്കിയാൽ, കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് കോട്ടയം. പക്ഷേ കേരള കോൺഗ്രസ് എം CPM-ലേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ ഇടതുമുന്നണിയിലേക്ക് പോയപ്പോൾ അവിടെ ശക്തി ക്ഷയിച്ചു, UDF-ൻ്റെ ശക്തി ക്ഷയിച്ചു.
അതുകൊണ്ടാണ് സുധാകരനൊക്കെ പറയുന്നത് ജോസ് കെ മാണിയുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോട്ടയത്ത് UDFന്റെ ശക്തി തിരിച്ചു കിട്ടണമെങ്കിൽ കേരള കോൺഗ്രസ് തിരികെ UDF മുന്നണിയിൽ വരണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സുധാകരൻ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി അതിനൊക്കെ തള്ളിക്കളയുന്നുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് നോക്കാം. കോട്ടയത്ത് ചങ്ങനാശ്ശേരി, വൈക്കം, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ഈ മണ്ഡലങ്ങളിലാണ് LDF ജയിച്ചിട്ടുള്ളത്. ആ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് VD സതീശന്റെ കണക്കുകൂട്ടൽ. ചങ്ങനാശ്ശേരി, വൈക്കം, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി. അതുപോലെ ആലപ്പുഴയിൽ അരൂർ, ചേർത്തല, കുട്ടനാട്, കായംകുളം ഈ 4 മണ്ഡലങ്ങളും തിരികെ പിടിക്കാൻ പറ്റുമെന്നാണ് VD സതീശന്റെ കണക്കുകൂട്ടൽ. ഏതൊക്കെ? ഒന്ന് അരൂര്, അതുപോലെ ചേർത്തല, കുട്ടനാട്, കായംകുളം. കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കൊല്ലത്തും അതുപോലെ തന്നെ നേട്ടമുണ്ടാക്കാൻ പറ്റും. പത്തനംതിട്ടയിൽ റാന്നി, അടൂർ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൊല്ലത്ത് ചവറ, കുന്നത്തൂർ, അതുപോലെ കൊല്ലം മണ്ഡലം ഈ 3 സ്ഥലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞു വെക്കുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണി വിജയിച്ചിട്ടുള്ളത്. അവിടെ ജയം സുനിശ്ചിതമാക്കണമെങ്കിൽ UDF നന്നായി ശ്രദ്ധിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്നാണ്. തിരുവനന്തപുരം മണ്ഡലം ആന്റണി രാജു വിജയിച്ച മണ്ഡലം, അത് മാറിയും മറിഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ അരുവിക്കര കോൺഗ്രസിന്റെ G കാർത്തികൻ ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരം മണ്ഡലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റീഫൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്, CPM സ്ഥാനാർത്ഥി. അത് തിരിച്ചു പിടിക്കാനും അവിടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ എല്ലാം കൂടി 16 സീറ്റുകൾ, ഇങ്ങനെ ഇടുക്കി, തിരുവനന്തപുരം ഭാഗങ്ങളിലായി 16 സീറ്റുകളും കോൺഗ്രസിന് അധികമായി കിട്ടും. അങ്ങനെ ഒരു 10-32 സീറ്റ് അങ്ങനെയും VD സതീശൻ കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ പറയുന്നത് 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ച 10 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി വിജയിച്ച മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്. കാരണം സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ, ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ വിജയിക്കുമെന്നാണ് VD സതീശൻ പറയുന്നത്. അതുകൊണ്ട് VD സതീശൻ പറഞ്ഞ 63ന്റെ കണക്ക് കൃത്യമാണ്. അദ്ദേഹം ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചാണ് ഇത് പഠിച്ചത്. അതാണ് AP അനിൽകുമാർ ചോദ്യം ചെയ്തത്. പാർട്ടി അറിയാതെ, സംഘടന അറിയാതെ നിങ്ങൾ ഈ പഠനമൊക്കെ എങ്ങനെ നടത്തി? സംഘടന അറിയേണ്ട ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഏകാധിപത്യ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നു, സംഘടനയെ യാതൊന്നും അറിയിക്കുന്നില്ല എന്ന AP അനിൽകുമാറിന്റെ വിമർശനവും ഇവിടെയാണ് കാതലായി വരുന്നത്. അതുകൊണ്ടാണ് VD സതീശൻ പ്രസംഗം സംഹരിക്കാതെ, മുഴുവൻ പറയാതെ പ്രസംഗം വിഴുങ്ങിയത്. പക്ഷേ പ്രസംഗത്തിലെ കാര്യങ്ങൾ പുറത്തു വരണമെന്ന് VD സതീശന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഇത്തരം വാർത്തകൾ മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്നത്.